കലാസ്നേഹികളെ, ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇരുട്ടത്ത് കണ്ട സ്വപ്നമാണ് കരിക്ക്. യുഗയുഗാന്തരങ്ങൾക്ക് ശേഷം അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ ഓടിയെത്തിയത് കാണാൻ. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു മഹത്തായ അതിഥി എത്തുന്ന അസുലഭ നിമിഷം. ഒരു ശരാശരി കരിക്ക് ഫാനായ എന്നെയും എന്നെ പോലെയുള്ള പലരെയും കരിക്ക് പോലെ തന്നെ നല്ല ഫ്രഷ് ആയ ഐഡി കൊണ്ട് നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിലെ ഉറപ്പ്. പക്ഷെ നിസ്വാർത്ഥം എന്ന് പറയട്ടെ, സന്തോഷത്തോടെ കരിക്കിന്റെ മൊത്തം ക്രൂവിനെയും വിളിച്ചുകൂട്ടി ആത്മാർത്ഥമായി ഞാൻ അവരോട് പറയുന്നു, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ എല്ലാവരും ഫീൽഡ് ഔട്ട് ആയിരിക്കുന്നു. ഇനി പൊക്കോ. പക്ഷേ കരിക്കിന്റെ കമന്റ് ബോക്സ് ഒന്ന് തപ്പിയാൽ അവർക്കുള്ള പോലെ ഒരു 10 വിശ്വസ്തർ യേശുവിനുണ്ടായിരുന്നെങ്കിൽ അങ്ങേരൊന്ന് കുരിശി കയറൂലായിരുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയല്ലോ, കരിക്ക് മൂത്ത് തേങ്ങയായി. മാവേലി പോലും വർഷത്തിൽ ഒരിക്കൽ വരും, വെള്ളപ്പൊക്കം പോലും വയലിൽ വല്ലപ്പോഴും വരും. എന്നാൽ ഇവര് വരെയില്ല, വന്നാലിട്ട് ഒന്നും ആവേയില്ല ഇപ്പൊ. സോ ഗൈസ്, അപ്പൊ നമുക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ജയിൽ ചില്ലൊന്ന് കാണാം. ഇതൊരു സെൻട്രൽ ജയിലിനകത്ത് നടക്കുന്ന കുറച്ച് ജയിൽ പുള്ളികളുടെ ഒരു സാഹസിക ജീവിതമാണ്. കോമഡിയാണല്ലോ ഇവരുടെ മെയിൻ. താത്വികമായി പറയുകയാണെങ്കിൽ കോമഡി പല സ്ഥലങ്ങളിലും ശക്തമായി കുത്തിവെച്ച പോലെയാണ് തോന്നിയത്. തോർത്താണ് പിഴക്കാത്ത മനസ്സാണ്, കുഴിനകം പഴുക്കുന്നു, പുഴു വലിച്ചിറങ്ങുന്നു. നീ മരിച്ച ശുദ്ധഹാസത്തെ കുഴിതുകൊണ്ട് എടുക്കുമല്ലേടാ. ഇവിടത്തെ ചായക്ക് ചൂടില്ല, ചൊവയില്ല. ഇവിടത്തെ കക്കൂസിന് ഓടില്ല, അടപ്പില്ല. കൊതുകിന്റെ കടിയുണ്ട്, കടികിട്ടാൻ ഇടിയുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിന്റെ മണമുണ്ട്. ലാത്തിയുടെ വടി കൊണ്ട് ചന്തിക്ക് പെടുന്ന ഈർക്കിൽ കൊണ്ടൊരു സൂത്രം കാണി. ആദരാഞ്ജലികൾ. നമ്മളെയൊക്കെ ചിരിപ്പിച്ച കരിക്ക് ഇപ്പൊ മൂത്ത് തേങ്ങയായിരിക്കുന്നു. നിലവാര തകർച്ച എന്നല്ലാതെ എന്ത് പറയാൻ. ഒരു ജയിലാകുമ്പോ ഒരു വാർഡനൊക്കെ വേണമല്ലോ. ആരുടെ ഇത്? സർബത്ത് ഷിമീറിന്റെ മോനാടാ, കലിപ്പനായ ഒരു വാർഡൻ. ഇനി ജയിലിൽ നിന്ന് ഏത് വിധേനയും ചാടാൻ നിൽക്കുന്ന 2 കള്ളന്മാർ. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാം ഒരു വഴിപിഴിച്ച ഗുണ്ടയാണെന്ന്. ഇവന് താടി മുടി വളർത്തിയ കറക്റ്റ് പോക്കറ്റടിക്കാരന്റെ ലുക്കാണല്ലേ. ഇവന്മാർ 2 പേരും ആ ജയിലിൽ നിന്ന് ചാടാൻ വേണ്ടി നോക്കിയാണ്. അതിന് നമ്മളെ ചിരിപ്പിക്കാൻ അവരുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഒരു സ്പൂൺ വെച്ച് നമുക്ക് തുരന്നു പോവാന്ന്. ടീസ്പൂൺ വരും ടേബിൾ സ്പൂൺ, അതാകുമ്പോ കുറച്ച് കൂടുതൽ മാന്താം. ഈ കോമഡിയൊക്കെ കണ്ട് ഞാൻ പൊട്ടി ചിരിച്ചനെ. എനിക്ക് വയസ്സ് 14 ആയിരുന്നെങ്കിൽ. ഈ സർക്കാരും മാറുമ്പോഴെങ്കിലും ഇത്തരം കോമഡികൾ ഉപേക്ഷിക്കണേ മച്ചാമാരെ. പിന്നെ ഓഫ്കോഴ്സ് ജോർജ് ഇല്ലാതെ എന്ത് കരിക്ക്. അല്ലടാ, ഇതിലും അപ്പൂപ്പനാ. കരിക്ക് വെർഷൻ ഓഫ് ഒരു പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ യേശു ജോർജ് തന്നെ. കിളവനാകാൻ കൊതിച്ച് നടക്കണ ഒരുത്തരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശകുന്തളയ്ക്ക് ഗർഭം മുന്നേ പോലെയാണ് ജോർജിന് അപ്പൂപ്പൻ കഥാപാത്രം. ജോർജ് ഇതിലൊരു PT സാറാണ്. അറിയാതൊരു കടുവയെ ചവിട്ടിക്കൊന്നതിന് ജയിലിലായി. പിന്നെ കരിക്കിന്റെ ഹൃദയം ലോലൻ. ശരിക്കും പറയാൻ ഈ എപ്പിസോഡ് ഞാൻ മുഴുവൻ കാണാനുള്ള ഒരേ ഒരു കാരണം ലോലനാണ്. പിന്നെ ഇവൻ ലോൺ എടുത്തിട്ട് വല്ലപ്പോഴും മാത്രം EMI അടയ്ക്കുന്ന ഒരുത്തിന്റെ മുഖച്ചായല്ലേ അവന്. പിന്നെ ലോലന്റെ കോമഡികൾ എല്ലാം ഏറ്റിട്ടുണ്ട്. 18 ഉള്ളു, അപ്പൊ 100 പീടി കുത്തിയിരുന്നെങ്കിൽ വലിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 100 പീടി ക്ലബിൽ കയറാലോ. ലോലന്റെ ആ മുഖഭാവവും ഒക്കെ നോക്ക്. എബ്രഹാം ഇങ്ങനെ ഇരുട്ടടി കിട്ടി പോലത്തെ മുഖഭാവവും ആരണേരിന്ന് വരം കിട്ടിയ ബുദ്ധിയും. ഇതിലാകെ ചിരിപ്പിച്ചത് ഇവനാണ്. ട്രംപിന്റെ താരിഫിന് ഇവന്റെ ബുദ്ധിക്കും ഒരേ വിലവാരം. ശിവന്മാർക്ക് 2 പേർക്കും ഇതിനകത്ത് ബീഡി കച്ചവടമാണ്. ടെന്നീസ് ബോളിനകത്ത് ബീഡി ഒളിപ്പിച്ച് കടത്തലാണ് പരിപാടി. പിന്നെ അടുത്ത 2 പേർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇവനൊരു ഗുണ്ട, മറ്റവൻ വെറും മൊണ്ണ. ഞാനത് നോക്കി നിൽക്കുമ്പോ ചായ കുളിച്ചു നിന്ന വാടൻ ഇവനെ നോക്കി തിളക്കി പേരടിക്കിട്ടു ഒറ്റയടി. റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇവന്റെ മുതുകൊന്ന് കാണാൻ. അയ്യോ, മുടുത്ത് തിളക്കമുള്ള 7 വലിയ ഏതോ ഒരു തെണ്ടി ഇവന് ഉണ്ടാപ്പൊരു പേര് വിട്ടുകൊടുത്തു. ഈ കോമഡി ഒക്കെ നിങ്ങൾ ചിരിച്ചെങ്കിൽ നാളെയും വാ. ഷേക്സ്പിയറിന്റെ നോവലിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ സ്കിറ്റ് എഴുതണം. വളരെ വലിയ നിലവാരമുള്ളതുകൊണ്ട് ചോദിച്ചാണ്. ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല PS എഴുതാനും പൊക്കൂടെ നിങ്ങൾക്ക്. പണ്ടൊക്കെ നല്ല ഭാവിയുള്ള പിള്ളേരായിരുന്നു എന്നാണ് ഇവരെ കാണുമ്പോൾ എല്ലാരും പറയണം. ഇപ്പൊ വർഷം ഇത്രയാക്കി ഇവന്മാര് മൂത്തരച്ചോണ്ട് ഇപ്പൊ നല്ല ഭാവിയുള്ള മുതുക്കന്മാരെന്നാക്കി എല്ലാരും പറച്ചില്. ക്വാളിറ്റി കൂടി ഇപ്പൊ കോമഡി കോംപ്രമൈസ് ആയി കരിക്കുന്നത്. ഇവരെ നമ്മൾ പണ്ടേ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇവരുടെ കോമഡിയും ഇപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട അവസ്ഥയായി. എന്തായാലും ഇവന്മാർ ഒളിപ്പിക്കാൻ ശ്രമിച്ചൊരു ബീഡി ബോൾ ഈ പാത്തിയിൽ വീഴും. ആ പാത്തി കമ്പനിയാണ് ഈ വീഡിയോയുടെ തന്ത. ഐ മീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ പ്രൊമോഷനിസ്റ്റ്. ഏതെങ്കിലും കമ്പിനിയോ വാർക്കപ്പണിക്കാരോ വല്ല ഇവർക്ക് പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ കരിക്ക് ഇപ്പൊ എപ്പിസോഡ് റിലീസ് ചെയ്യൂല. ഹാപ്പി ബർത്ത്ഡേ ടു യുടെ ഡോൾബി ഡിജിറ്റൽ മൊണ്ണകളെ. നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും തിരിച്ചു വന്നല്ല. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ചപ്പാത്തി നാടകമേ. നിലവാര തകർച്ചയെ പറ്റി ഒന്ന് ആലോചിക്കണം. അത് സ്വർണ്ണവില പോലെ മേലോട്ട് പോകുകയാണ് ഇപ്പൊ. ചിറാപ്പുഞ്ചി മഴയത്ത് സാറിന് അറിയാലോ, നിർത്താതെ പാടിക്കൊണ്ടിരിക്കും, അല്ല പെയ്തോണ്ടിരിക്കും. ഇയാൾ അപ്പൊ തന്നെ അന്നെ പാത്തയോ അപ്പത്തി തേ കൂന്നൊക്കെ പറഞ്ഞു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. കരിക്കിരുന്ന് കാലം പഴകിയ തേങ്ങയാകും, അതാണ് ശാസ്ത്രം. നോട്ടിഫിക്കേഷൻ കണ്ട് സന്തോഷത്തോടെ പാഞ്ഞു വന്ന ഞാൻ കുണ്ടിതനായി മന്ദം മടങ്ങുന്നു. കോമഡി ഒന്നും ഏക്കണില്ല മച്ചു. ഇതെന്താ ജോർജിന്റെ മുഖത്ത് വളം വിതറിയേക്കണ, മൊത്തം വെള്ളപ്പൊടി. ഇത് ഏത് സർക്കാർ സ്കൂൾ ഇവർ വാടകയ്ക്ക് എടുത്ത ജയിലാക്കാൻ. ഓൾറൈറ്റ് കേസ്, എന്തായാലും ഇവരെല്ലാം കൂടി ചേർന്ന് ഈ ജയിലിൽ കിടന്ന് 1-2 പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാകും.
എടാ ഈ കോമഡിയൊക്കെ ദിലീപ് ഏട്ടൻ 10-15 കൊല്ലം മുന്നേ വിട്ട സാധനമാണ്. ഇതിലും ഭേദം ഒരു ചിരി ഇച്ചിരി ബമ്പർ ചിരി ആയിരുന്നു. അല്ലടാ ആ കളർ ഗ്രേഡിങ്ങിന് എന്താ ഒരു മൂത്രമഞ്ഞ നിറം. ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചത്. എന്തായാലും അടികൂടി അവന്മാര് പ്രതിമ തല്ലി താഴെ ഇടും ഗൈസ്. അപ്പം നോക്കുമ്പോ പ്രതിമയ്ക്കടിയിൽ ഒരു തുരങ്കം. അങ്ങനെ നമ്മുടെ സർബത്ത് ഷിമീറിന്റെ ഇല്ലീഗൽ മോൻ ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് പറയും, ഇത് കനീകുസൃതി മീശ വെച്ച് പറഞ്ഞാടേ. ഇല്ലേ നോക്ക കറക്റ്റ് കനീകുസൃതി തന്നെ. ഇതെങ്ങാനും മൈത്രയും കണ്ട് അങ്ങേരെ ആധുനികത നശിച്ചു പോലോടോ. എന്തായാലും ഇവിടെ ഇത്രയും കലാപം നടക്കുമ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് ചാടിപ്പോകും ഗൈസ്. അത് മാത്രമല്ല ടെന്നീസ് ബോളിനകത്തുള്ള ബീഡി കച്ചവടം അവന്മാര് പൊക്കും. ഈ എപ്പിസോഡിലെ ഓരോരോ കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. പണ്ടൊക്കെ അപ്രതീക്ഷിതമായി ഇവര് തന്നുകൊണ്ടിരുന്ന ട്വിസ്റ്റിന്റെ ഒരു കിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയിട്ട് ഇപ്പൊ മത്താപ്പ് കത്തി. അപ്പൊ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ്. നമ്മുടെ ജോർജിനെ കാണാനില്ലെന്ന്. പുള്ളി ആ തുറങ്ങുമ്പോഴി മുങ്ങി. മരതകം മൊണ്ണേ ഇപ്പൊ കടുവേനെ വണ്ടി ഇടിച്ച കേസിലല്ലേ അവനകത്ത് അയക്കണത്? ആ അന്ന് ഫോറസ്റ്റുകാർ കൃത്യസമയത്ത് എത്തിയോണ്ട് ആ കടുവയുടെ ബോഡി വിത്ത് തോലി കിട്ടി. ശംഭുവിന്റെ പല്ലിലെ റൂട്ട് കനാലെല്ലാം ചെയ്തിട്ടുണ്ടാന്തോ. അവന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് എന്തോ എപ്പോഴും പല്ലുവേദന പോലെ തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ പി.ടി. സർ എ.കെ.എ. പുലിത്തോലി സൈമൻ ആ തുരങ്കുമ്പോഴി രക്ഷപ്പെടുകയാണ്. ഓ കടുവയൊക്കെ ഉണ്ടോ? കടുവയൊക്കെ ഉള്ളതുകൊണ്ട് ബിഗ് ബജറ്റ് ആയിരിക്കും ഇല്ലയോ? ഒരു സമയത്ത് ആരായിരുന്നു കരിക്ക്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇവന്മാർക്ക് പകരം വെക്കാൻ ആരുമില്ല. കുറച്ചുകൂടി നല്ല മെനയുള്ള സ്ക്രിപ്റ്റും ശുദ്ധഹാസ്യവും ഒക്കെ കൊണ്ടുവന്നാൽ ഇവന്മാർ വീണ്ടും അടിച്ചു കയറി വരും. പിന്നെ നിത്യസന്യാസി ആനയെ കടിക്കുമെന്നാണല്ലോ അങ്ങനെ എന്തോ കൊണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ. ഐ മീൻ നിരന്തരം പരിശ്രമിച്ച അവന്മാര് വീണ്ടും പഴയ പോലെ തന്നെ വരും. എന്തിനാണ് നമുക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി വീഡിയോസ്? ഇവർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിനെല്ലാം ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അതൊക്കെ തന്നെ ധാരാളം. ഇപ്പൊ എത്രയോ ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സ് എല്ലാം ഉണ്ട്. അവരൊക്കെ ഐഫോണിന്റെ ബലത്തിലെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ കണ്ടന്റിന്റെ ക്വാളിറ്റിയും കോമഡിയുടെ ക്വാളിറ്റിയും ഒക്കെ ഇവരെക്കാളും വളരെ വലിയ നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സോ കരിക്ക് കുറച്ചുകൂടി അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയാം എന്നെ നിങ്ങൾ എല്ലാവരും തെറി പറയുമെന്ന്. ബട്ട് ഇത് എന്റെ ഒപ്പീനിയനും എന്റെ അഭിപ്രായവുമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തെറി പറയരുത്. ഇവരുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് പോയി നോക്കണം. അപ്പൊ ശരി മതി, നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. എന്നാൽ അങ്ങനെ ആകട്ടെ, എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.